എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്വാഗതം. ലോകാരംഭം മുതൽ തന്നെ പ്രണയമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും പ്രണയമുണ്ട്. പ്രണയത്തെക്കുറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്നത്തെ യുവജനങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ശ്രീമതി ഗ്രേസ് ലാലുണ്ട്. മാഡത്തിന് സ്വാഗതം. മാഡം, എന്താണ് ഈ ന്യൂ ജനറേഷൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? പ്രണയം എന്ന് പറയുന്നത് ഇപ്പം ലിസി പറഞ്ഞ പോലെ തന്നെ ഏത് കാലഘട്ടത്തിലും പ്രണയിച്ചതുപോലെ തന്നെ ഇപ്പോഴും പിള്ളേർ പ്രണയിക്കുന്നത്. അതെ, പ്രണയത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പ്രണയിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി. പ്രണയത്തിന് വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ അത്ര സമ്മതിച്ചു തരികയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി 16 പിള്ളേരുടെ പേരെഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മിസ്സേ, എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലിസിയുടെ അടുത്ത് ഇന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഞാൻ പഠിക്കുമ്പോഴും അല്ലെ നമ്മുടെ പേരൻസ് പഠിക്കുമ്പോഴും ഒക്കെ ഈ പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഏത് കാലഘട്ടത്തിലും ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ പണ്ട് നമുക്ക് പ്രണയിക്കാനുള്ള മാധ്യമങ്ങൾ, സാധ്യതകൾ ഒക്കെ വളരെ കുറവായിരുന്നു. പ്രണയം തോന്നിയാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. മാസങ്ങളോളം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കും. നമുക്ക് അതിന്റെ ധൈര്യമില്ല. പിന്നെ മാസങ്ങളോളം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവസാനം ഒരു കുറിപ്പടി എഴുതി ആരെയെങ്കിലും മീഡിയേറ്ററെ വെച്ച് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കും. ഇയാൾ ഇത് വായിച്ചു പഠിച്ച് മറുപടി എഴുതി തിരിച്ചും വേറൊരു മീഡിയേറ്റർ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അതായിരുന്നു അന്നത്തെ ഒരു കുഴപ്പം. അല്ലാതെ അന്ന് പ്രണയം തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കള്ളം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പെട്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. അതതിനകത്തൊരു കാര്യം. മൊബൈലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അവർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ മനസ്സിലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ പ്രണയം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളിൽ എന്തുമാത്രം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്ന് ചർച്ച ചെയ്യുന്ന നല്ലതായിരിക്കും. കാരണം പ്രണയം നല്ലതാണ്, പ്രണയം മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ പ്രണയം വിവാഹത്തിലേക്ക്, മോശമായ ബന്ധങ്ങളിലേക്ക് പിള്ളേരെ കൊണ്ട് എത്തിക്കുമ്പോൾ വരുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ആണ് കുഴപ്പമെന്ന് പറയുന്നത്. ചെറിയ ക്ലാസ് മുതൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, അത് ആർക്കായില്ലാത്ത, അത് ഇല്ല എന്ന് പറയുന്നതാണ് കുഴപ്പം. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകുന്നത് പ്രണയമാണെന്ന് ഞാൻ പറയത്തില്ല. ഇൻഫാക്ച്വേഷൻ, ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങളായിരിക്കും. ആ ഇഷ്ടങ്ങൾ പിന്നെ വളർന്നാണ് അത് പ്രണയ ബന്ധങ്ങളിൽ പോയി എത്തുക. ഇപ്പോഴത്തെ ഒരു പ്രണയ ബന്ധങ്ങളിൽ ഞാൻ കാണുന്നത് കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് പ്രണയങ്ങൾ വളർന്ന് ജാതിയില്ല, മതമില്ല, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. അങ്ങ് ഈ ന്യൂ ജനറേഷൻ പ്രണയങ്ങളിലെ കുഴപ്പങ്ങൾ ഞാൻ കാണുന്ന അവിടെയാണ്. കാരണം ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന കേസുകളെ ഞാൻ അനലൈസ് ചെയ്താൽ എനിക്ക് വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് 18 കാമുകന്മാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈയിടെ വന്ന ഒരു കുട്ടി, അവൾ പ്രണയിക്കുന്ന വേറെ കാസ്റ്റാണ്. ഒരിക്കലും ഈ സാമ്പത്തികമായിട്ട് യാതൊരു കാരണവശാലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തില്ലാത്ത രീതിയിലുള്ള ആൾക്കാരുമായിട്ടാണ്. അങ്ങനെയുള്ള ഇതിൽ വരുമ്പോഴാണ് ഈ പ്രണയം കുഴപ്പമായിട്ട് പാരൻസ് കാണുന്നത്, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നത്. ജാതിയില്ല, മതമില്ല, പ്രായമില്ല പ്രണയത്തിന്. ഒരു കുട്ടി 52 വയസ്സുകാരനെ പ്രണയിച്ച ഒരു കേസുണ്ടായിരുന്നു എനിക്ക്. അത് 22 വയസ്സുള്ള കുട്ടി. അപ്പം അങ്ങനെയുള്ള ചില വിചിത്രമായ ഇതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. കുട്ടികളുടെ പഠിക്കാനുള്ള സമയം അതല്ലേ അവർ ഇതിനു വേണ്ടി കളയുന്നത്. അപ്പോൾ ഈ പ്രണയം എപ്പോഴാണ് തോന്നുക? അതാണ് ഒന്ന്. വീട്ടില് മാതാപിതാക്കളുടെ പ്രഷർ എന്നതിലും കൂടുമ്പോൾ സ്കൾക്ക് ചെയ്ത് അവർക്ക് വേറെ ബന്ധങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് പ്രണയമാകും. പിന്നെ സ്കൂൾ തലങ്ങളിലെ പ്രണയം, കോളേജ് തലങ്ങളിലെ പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം പിന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള തലങ്ങളിൽ ഒരു കുട്ടി 5 വർഷം ഒരു ഗ്രൂപ്പിൽ, ഒരു ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് അടുത്തിടപഴകുക. അടുത്തിടപഴകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നും. കാരണം ഒന്ന്, നമുക്ക് ഇവരുടെ ആവശ്യമുണ്ട്, ആൺപിള്ളേരുടെ ആവശ്യം വരും കുട്ടികൾക്ക്. ഒന്ന് അവരുടെ ചാർജ് ചെയ്ത് കൊടുക്കാൻ, റീചാർജ് ചെയ്ത് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാനായിരിക്കും, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിരിക്കും. അപ്പോൾ ഇവരുടെ ഹെൽപ്പ് തേടും. പിന്നെ മാത്രമല്ല ഇവരുടെ ഈ പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഇതെല്ലാം ഇവർ ഒരുമിച്ച് ചെയ്യും. ഒരുമിച്ച് നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ,
അത് ചിലപ്പോൾ അവസാനം വരുമ്പോഴത്തേക്ക് വേണ്ടാത്ത ബന്ധങ്ങളിലെത്തുന്നു, അവർ വിവാഹം കഴിക്കുക, അങ്ങനത്തെ ഇല്ല. കൗമാരത്തിലെ പ്രണയങ്ങൾ ഒത്തിരി ചതിക്കുഴികളിൽ വീഴിക്കാറും ഒക്കെ അത് പ്രശ്നങ്ങളായി തീരുന്നില്ല. അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൗമാരത്തിലെ പ്രണയങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് പ്രണയിക്കേണ്ട സമയമല്ല കൗമാരം. ഇഷ്ടം തോന്നിക്കോട്ടെ, ഒരു ഫ്രണ്ട് ഉണ്ടായിക്കോട്ടെ. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഒരു കുട്ടി പറയുമ്പം എന്തുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവനൊരു ആൺകുട്ടിയല്ല, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല. അതിനകത്തൊരു ചെറിയ കുഴപ്പങ്ങൾ പതിയിരിപ്പുണ്ട്, അപകടം പതിയിരിപ്പുണ്ട്. പിന്നെ കൗമാരത്തിലെ പ്രണയങ്ങളിൽ ഞാൻ കാണുന്നത് ഡീപ്പ് റൂട്ടഡ് ഒന്നും ആയിരിക്കില്ല, അത് മാറിപ്പൊക്കോളും. സാധാരണ ഇതിൽ അത് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. 10ാം ക്ലാസ് കഴിയുമ്പോഴോ അല്ലെ 12ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു പഠനത്തിനായിട്ട് മാറിപ്പോകുമ്പോഴത്തേക്ക് ഇത് മാറിപ്പോകാറുണ്ട്. പിന്നെ ഇന്നത്തെ ഈ മാധ്യമങ്ങൾ ഇതിനെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഈ എന്താ പറയുക, വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, കുട്ടികൾക്കായിട്ടുള്ള പെൻഡൻസും മാലകളും സമ്മാനങ്ങളും, അത് കുട്ടികളിൽ പ്രണയം ഉണ്ടാക്കുക. പണ്ട് നമുക്ക് പ്രണയം ഉണ്ടാക്കുന്ന വഴികളില്ലായിരുന്നു. ഇപ്പൊ ടി വിയിലൊക്കെയാണെങ്കിൽ തന്നെയും ഈ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് തരാം, നിങ്ങളുടെ പ്രണയം, നിങ്ങൾ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, എത്ര നാളായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ ഇത് കേൾക്കാൻ താല്പര്യത്തോടെ കുറച്ച് പേര്. ഇതൊക്കെ അവരുടെ ഒരു ബിസിനസിന്റെ ഭാഗമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആ ചാനൽ കൂടുതൽ നേരം വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് തന്ത്രം. അത് ഈ വാലന്റൈൻസ് ഡേയും എല്ലാം അങ്ങനെ തന്നെയല്ലേ, സാധനങ്ങൾ വിറ്റഴിയാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ ഇത് പ്രണയം മനസ്സിലുള്ളവർക്ക് ഇതൊരു അവരെ പിന്നെ ഉത്തേജിപ്പിക്കുക, പ്രണയം ഉത്തേജിപ്പിക്കുകയാണ്. സിനിമകളായാലും പാട്ടുകളായാലും പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴേ എനിക്കിപ്പോൾ വരുന്ന കേസുകളിൽ ഒരു ദിവസം ഒരു 8 or 10 കേസ് വന്നാൽ അതിൽ 6 or 7 എണ്ണം പ്രണയം തന്നെയാണ്. പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുന്നു ഇവര്. സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക്, ഒളിച്ചോട്ടത്തിലേക്ക്, ഒരുമിച്ചുള്ള യാത്രകളിലേക്ക്, അവിടെയാണ് നമ്മൾ അതിനെ പേടിയോടെ കാണേണ്ടത്. കാരണം ഇവര് പ്രണയിക്കുന്നവര് വണ്ടി റെന്റക്കാറൊക്കെ എടുത്തിട്ട് അവരൊരു പോക്കാണ്, വാഗമണ്ണോ അല്ലെങ്കിൽ തേക്കടിയോ ഒക്കെ പോയിട്ട്. ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ കമിതാക്കളിൽ പെൺകുട്ടി മാത്രം ആക്സിഡന്റിൽ മരിച്ച ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് മാതാപിതാക്കൾ പോലും അറിയുന്നത് ഇവനും കൂടെ വാഗമണ്ണോ ആ ഏരിയയിൽ യാത്ര ചെയ്തത് പോലും അന്നേരമാണ് മാതാപിതാക്കൾ അറിയുന്നത്. പേരൻസ് അറിയുന്നില്ല. കാരണം ഹോസ്റ്റലിൽ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കാമുകൻ എവിടെയെങ്കിലും വരുന്നു, അവൻ വണ്ടിയെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇവരുടെ ഈ വേണ്ടാത്ത ചിത്രങ്ങൾ മിക്കവാറും ലാപ്ടോപ്പ് എല്ലാവർക്കും തന്നെയുണ്ട്. ഈ ലാപ്ടോപ്പിനകത്ത് വേണ്ടാത്തൊക്കെ കാണുന്നു. അപ്പൊ കാറിനകത്ത് തന്നെയല്ല, ഹോട്ടലിൽ റൂം എടുത്തിട്ടൊന്നും അല്ല, ഇതിനകത്തൊക്കെ തന്നെയാണ് കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ചതിക്കുഴികളിൽ ഏർപ്പെടുന്നതും ഇങ്ങനെ പ്രണയിച്ച് പിള്ളേരെ വശത്താക്കി കൊണ്ടുപോയി പലർക്കും കാഴ്ചവെക്കുന്ന, അത് കൂടുതലും ഈ യാതൊരു പക്വതയും വരാത്ത ഈ കൗമാരപ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾക്കാണ്. കൊച്ചുകുട്ടികളാണ് കൂടുതൽ അബദ്ധത്തിൽപ്പെടുന്നത്. അത് കൗമാരപ്രായത്തിലുള്ള പിള്ളേരാണ് അബദ്ധത്തിൽപ്പെടുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികളെക്കാളേറെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ ആഫ്റ്റർ ഇഫക്റ്റ് വരുന്ന അവർക്കാണല്ലോ. അപ്പൊ ഈ എത്ര പേരൻസ് പറഞ്ഞാലും എത്ര മുതിർന്നവർ ഇത് പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് ആ സമയത്ത് അത് മനസ്സിലാവത്തില്ല. അത് ഞങ്ങൾ അനുഭവിച്ചോളാം എന്നാണ് പറയുന്നത്. ഞാനല്ലേ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഛേദം, അതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വരുന്നതിൽ ഇപ്പോൾ വിവാഹമോചനത്തിന് കിടക്കുന്ന കേസുകളിൽ നല്ലൊരു ശതമാനവും പ്രണയ വിവാഹങ്ങളാണ്. 7-8 വർഷം പ്രണയിച്ചിട്ട് എല്ലാവരും എതിർത്ത് കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന് ശേഷം 5-6 വർഷം കൊണ്ട് അവർ പിരിയാൻ തീരുമാനിക്കുന്നു. കാരണം എന്നിട്ട് പറയുന്നത് ഞാൻ ഇങ്ങനെയല്ല ഓർത്തതെന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനൊന്നും അല്ല ഓർത്തത്, എല്ലാവരും പറയുന്നു. അത് എല്ലാം ഹൈലി ക്വാളിഫൈഡ് പിള്ളേരാന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ പ്രണയത്തിൽ ഞാൻ എപ്പോഴും കാണുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, വിദ്യാഭ്യാസം കൂടിയവരാണ് ഇത്തരം ചതിക്കുഴികളിലും കുഴപ്പങ്ങളിലും പോയി പെടുന്നത്. സാധാരണ ഇതിലൊരു കൊച്ച് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവൻ്റെ മാർക്ക് കുറയുമ്പോഴാണ്, അല്ലെ അവളുടെ മാർക്ക് കുറയുമ്പോഴാണ്, അല്ലെ അവൾ അങ്ങനെയുള്ള അതൊന്നും ഇല്ല. ആ കാര്യമെല്ലാം ഫുൾ A+ എല്ലാം ആക്കി അവിടെ വെക്കും. പക്ഷെ ഇപ്പുറത്ത് കാണിക്കുന്നത് പാരൻസ് അറിയാതെ ആയിരിക്കും. അത് ഒരു കുഴപ്പമാണ്. പിന്നെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് കൊച്ചുകുട്ടികൾക്ക് തൊട്ട് ഈ ആവശ്യമില്ലാത്ത മൊബൈൽ കൊടുത്തോട്ടെ, എല്ലാ സൗകര്യങ്ങളും ഉള്ള മൊബൈൽ. അതിനകത്ത് എന്തൊക്കെയാ പിള്ളേർ ചെയ്യുക, ആരോടൊക്കെയാ സംസാരിക്കുക, രാത്രിയിലാണ് കൂടുതൽ സംഭവങ്ങൾ നടക്കുക. രാത്രി എനിക്ക് അമ്മമാർ പറയുന്ന പല കേസുകളുണ്ട്. ഈയിടെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, രാത്രി 10 മണിക്ക് 11 മണിക്ക് ശേഷം അവള് ബാത്റൂമിൽ കയറി ചിരിക്കുന്ന കേട്ടാ ഞാൻ ചെല്ലുന്നത്. അപ്പൊ അതെന്താ കാരണം? കമന്ന് കിടന്ന് ചിരിക്കുന്നു. എന്താ കാരണം? എല്ലാവരും ഉറങ്ങുന്ന നേരം ഇവർ ഉണർന്നിരിക്കുന്നു. അപ്പൊ ഇവര് ഹൃദയങ്ങൾ കൈമാറുക മാത്രമല്ല, വീട്ടിൽ വിളിച്ചു കയറ്റുന്ന കേസുകൾ. എനിക്കിപ്പോ കഴിഞ്ഞ വർഷം തന്നെ ഒരു 3-4-5 കേസ് വന്നു. മേളിലത്തെ നില, താഴത്തെ നിലയോ, താഴത്തെ നിലയിലായിരിക്കും
പാരൻസ് ഉറങ്ങുന്നത് മേളിലായിരിക്കും പിള്ളേരുടെ മുറി. മേളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പോലും പാരൻസ് അറിയുന്നില്ല. കാരണം പേരൻസിന് കയറി ചെല്ലാൻ പറ്റില്ല അങ്ങോട്ട്, കാലിന് വേദനയും മുട്ടിന് വേദനയും ഒക്കെ. അപ്പം ഈ പിള്ളേരെ ടെറസെ കൂടെ ആളെ പാത്ത് വെച്ച് കയറ്റി, അങ്ങനെ എനിക്ക് കേസുകൾ വന്നിട്ടുണ്ട്. കട്ടിലിന്റെ കീഴ കിടത്തി അമ്മ ഒന്ന് പരീക്ഷിക്കുമ്പോഴും കാണുന്നില്ല, ബെഡ്ഷീറ്റ് വെച്ച് മൂടിയിട്ട് ഒക്കെ കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, പ്രണയം എന്നുള്ളത് ഇഷ്ടമോ വർത്തമാനമോ ഒന്നും അല്ല, അതിനപ്പുറത്തേക്ക് അത് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഭീതിയോടെ കാണേണ്ടത്. പണ്ട് അത്രയില്ലായിരുന്നു. പണ്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത്രയും. കാരണം വീട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ. നമ്മളിപ്പോ ഒരാളെ പ്രണയിച്ചാലും നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് വീട്ടിൽ ന്യൂസ് അറിയാം. ഒരു ചെറുക്കനോട് മിണ്ടിയാല് ആ ന്യൂസ് വേഗം വീട്ടിൽ വരും. തീർച്ചയായിട്ടും ആരോടാ സംസാരിച്ചതെന്ന് വീട്ടിൽ ആരെങ്കിലും പറയാൻ കാണും. പേരപ്പന്റെ മക്കള് കാണും, ചിറ്റപ്പന്റെ മക്കള് കാണും, പാരമണിയാൻ ഒത്തിരി പേര് കാണും. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവരും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്ര വയസ്സൊന്നുമില്ല. 10ഉം 60ഉം 65ഉം വയസ്സുള്ളവരുടെ കേസ് പോലും എനിക്കിപ്പോൾ വരുന്നുണ്ട്. അവർ പ്രണയിക്കുന്നതും കൊച്ചു പിള്ളേരെയൊക്കെ തന്നെയാണ്. കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി ദുരുപയോഗിക്കുന്നതിൽ പ്രണയം നടിച്ചു കൊണ്ടുപോകുന്ന കേസിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പിള്ളേർക്കാണ്. കൈ നിറയെ കാശ് കൊടുക്കുന്നു. അതെ അതെ, ഇഷ്ടമുള്ള സാധനങ്ങൾ. അതിനെ പ്രണയം എന്ന് പിള്ളേർ ഇഷ്ടമുള്ള സാധനങ്ങൾ, പിള്ളേർക്ക് ഒത്തിരി സാധനങ്ങൾ ആവശ്യമാണ്. വില കൂടിയ ഫോണ് ഇതൊക്കെ ആവശ്യമാണ്, ഡയമണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് അത്തരം എന്നിട്ട് അതിനെ പ്രണയം എന്നാ പറയുക. പക്ഷെ അത് നമുക്കറിയാം പ്രണയമൊന്നുമില്ല. റിയൽ ലവ് എന്ന് പറയുന്നതായിരിക്കില്ല പലപ്പോഴും, ഉദ്ദേശം വേറെ ആയിരിക്കും. അപ്പൊ ഇതേതാണ് ഏതല്ല എന്ന് നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പ്രായത്തിൽ അവരുടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് പ്രണയമെന്നും ആ പ്രണയത്തെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. പോസിറ്റീവ് നല്ല പ്രണയങ്ങൾ, അത് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്, ആൺപെൺ സൗഹൃദങ്ങളും ആവശ്യമാണ്. പക്ഷെ അത് എവിടം വരെ പോകണം, അതിനപ്പുറത്തേക്ക് അത് വളർത്തിക്കൊണ്ട് വരരുത്. തുറന്ന് വീട്ടുകാരോട് സംസാരിക്കുക, അതാണ് ആദ്യം. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാൽ പോലും അതൊന്ന് തുറന്നു പറയാം. അത് കേൾക്കാൻ ഒരു അമ്മയ്ക്കും ആവണം. മക്കളെ കേൾക്കുക, മക്കൾ എന്തുകൊണ്ടാണ് എന്താണ് അവർ ചെയ്യുക, അല്ലെ ആരാണ് അവരുടെ ആള്. അപ്പൊ ആ കൊച്ചിനോട് സംസാരിച്ചിട്ട് മോനെ ഇപ്പം വേണ്ട, ഇതൊന്നും ഇപ്പം നിനക്ക് തോന്നേണ്ട കാര്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ നല്ല ഫ്രണ്ടാക്കിയൊന്ന് മാറ്റി അങ്ങ് വിടുവാണെങ്കിൽ അവരങ്ങ് പൊക്കോളും. പിന്നെ ഏതെങ്കിലും വഴിക്ക് മകൾക്ക് അല്ലെങ്കിൽ മകന് പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനോട് പ്രതികരിക്കുന്ന രീതി, അത് മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി, എനിക്കറിയാവുന്ന ഒരു കുട്ടി, അത് 2ഓ 3ഓ തവണ വഴിയിൽ നിന്ന് ഒരു പയ്യൻ കണ്ടു, സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണയം പോയിട്ട് അവൾക്ക് അവൻ്റെ പേര് പോലും അറിയത്തില്ല. ഇതാരോ പറഞ്ഞ് വീട്ടിലെറിഞ്ഞ് അപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അന്ന് രാത്രി മകള് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ ഇത് മാതാപിതാക്കൾ പ്രതികരിച്ച രീതി, എടുത്തടിച്ച പോലെ അവളെ വഴക്ക് പറയുക, കുടുംബം നീ നശിപ്പിച്ചില്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞ് ആ പ്രതികരിച്ച രീതിയാണ് ആ കൊച്ചിന് അത്രയും വിഷമം ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും. അല്ല, മാതാപിതാക്കൾക്ക് അതിനെ അവരുടെ ആ പ്രായത്തിന്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെ എപ്പോഴാ തോന്നിയത്, എങ്ങനെയാ തോന്നിയത്, ആരോടാ തോന്നിയത്, അത് ഒന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല ഗൈഡൻസ് കൊടുത്താൽ മതി, അവർക്ക് മാറാൻ പറ്റും. കാരണം അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് പലരും അതിനകത്ത് പോയി ചാടുന്നത്. രണ്ട് കാസ്റ്റ് തമ്മിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ എനിക്ക് വരുന്ന കേസുകളിലെല്ലാം അങ്ങനെയാ വരുന്നത്. അപ്പൊ ഞാൻ പറയും, മക്കളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ശരിയാ, പക്ഷെ നമുക്ക് അതിന്റെ ആഫ്റ്റർ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാവശ്യം വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വരാൻ, അവരുടെ വീട്ടിലൊരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പോകാൻ, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിലല്ല കുഴപ്പം. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവര് ഒരു പ്രഗ്നൻസി വന്നു, ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കേണ്ടി വന്നു, അല്ലെ ഒരു ബ്ലീഡിങ് വന്നു, നമുക്കൊരു സഹായം അമ്മയ്ക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ട സഹായങ്ങൾ, ഒരു കുടുംബം എന്ന് പറയുന്നത് പലരുടെ സപ്പോർട്ടിൽ പോകുന്നു. അത് കുട്ടികൾക്ക് അറിയില്ല. ഞാനും ചേട്ടനും മാത്രം മതി, ആ സമയത്ത് അങ്ങനെ തോന്നത്തുള്ളൂ. പിന്നീടാണ് കുടുംബത്തിന്റെ ആവശ്യവും കുടുംബത്തിന്റെ സപ്പോർട്ടും ഒക്കെ അവർക്ക്. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എനിക്കൊരു പെൺകുട്ടി പ്രണയിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവള് 10-35 പവൻ ചേച്ചിയെ കെട്ടിക്കാൻ വെച്ചിരുന്നത് എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞ് അവള് പോയതൊരു ഡ്രൈവറുടെ കൂട്ടത്തിലാണ്. ഇവളൊരു വലിയ വീട്ടിലെ പെണ്ണാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, അവിടുത്തെ ഫുഡ് അവൾക്ക് പറ്റുന്നില്ല, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ പറ്റുന്നില്ല, അവരുടെ ബന്ധങ്ങൾ പറ്റുന്നില്ല, അവൾക്ക് ആ സംസ്കാരമായിട്ട് ചേരാൻ പറ്റുന്നില്ല. പക്ഷെ അവളവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നല്ല പ്രണയങ്ങളും ഒത്തിരി ഉണ്ടാകാറില്ലേ കുട്ടികളുടെ ഇടയിൽ? കാരണം എനിക്കറിയാം 5ാം ക്ലാസ് മുതൽ പ്രണയിച്ച 2 കുട്ടികൾ ആരോരും അറിയാതെ അവർ രണ്ടുപേരും MBA കഴിഞ്ഞ് നല്ല ഉദ്യോഗം കിട്ടുന്നത് വരെ അവരത് മുന്നോട്ട് കൊണ്ടുപോയി. ധാരാളം ഉണ്ട്. അതിനുശേഷം 2 പേർക്കും ജോലിയും ആയതിനു ശേഷമാണ് അവരത് വീട്ടിൽ പറയുന്നതും 2 പേരുടെയും വീട്ടുകാർ എഗ്രി ചെയ്ത് അത് നന്നായിട്ട് നടത്തി കൊടുക്കും. ഞാൻ ഈ പ്രണയ വിവാഹത്തിനെതിരൊന്നും അല്ല, പ്രണയ വിവാഹത്തെ അങ്ങനെ എതിർക്കുന്ന ആളൊന്നും അല്ല.
പക്ഷെ എതിർക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ആ പ്രണയത്തിന് പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഇല്ലാതെ വരും. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ, ഇവർ ഒളിച്ചോടി പോയി നടത്തുമ്പോൾ, ആരും അറിയാതെ നടത്തുമ്പോഴൊക്കെയാണ് ഞാൻ ഇതിനെ എതിർക്കാറുള്ളത്. കാരണം നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് നല്ലതായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ തന്നെ എത്രയോ വിവാഹങ്ങൾ നേരത്തെ നമ്മളൊന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു, അറിയാതെ 1-2 വർഷം മുമ്പ് തന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് പിന്നീടാണ് മുന്നോട്ട് കേസുകളുണ്ട്, ധാരാളം കേസുകൾ. ഒന്ന് പിന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് സമയമാകുമ്പോൾ വീട്ടുകാരെ അറിയിക്കുന്നത്. നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ചിലരുടെ മക്കള് അവർക്ക് പുറത്ത് പറയാൻ പറ്റിയല്ലാതെ ജോലി രാജിവെച്ച് നീണ്ട ലീവ് എടുത്ത് പുറത്തൊക്കെ പോയി താമസിക്കുന്നവരെ എനിക്കറിയാം. മക്കള് പോയി, അതായത് ഇപ്പോൾ കായംകുളത്തുള്ളവരാണ് കല്യാണം നടത്തുന്നത് ആട്ടപ്പാടിയിലായിരിക്കും. അതിന് കുറച്ച് വാടകയ്ക്ക് പിന്നെ അപ്പനെയും അമ്മയും അമ്മാവനെയും തൊട്ട് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോയി നടത്തി ആരും അറിയാതെ വീട്ടിൽ വന്ന് കിടക്കുന്ന പിള്ളേര്. അത്തരം ഒത്തിരി കേസുകൾ എനിക്ക് വരാറുണ്ട്. വലിയ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന അപ്പനും അമ്മയൊക്കെ വേദനിക്കുന്നുണ്ട്. അവർ സ്നേഹം കൊടുക്കാഞ്ഞിട്ടല്ല, അവര് സന്തോഷം കൊടുക്കാഞ്ഞിട്ടല്ല. അപ്പൊ ഈ വീട്ടിലെ സാഹചര്യങ്ങളും മാത്രമൊന്നും അല്ല പിള്ളേരെ. പിന്നെ അപ്പനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. എന്നോടൊരു പെണ്ണ് പറഞ്ഞ, എന്റെ അപ്പനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളവരെ പ്രണയിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലെ പ്രണയിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ പങ്കാളിയെ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് പഠിക്കണ്ടേ? പഠിക്കണം. ജോലി വാങ്ങിക്കണ്ട. അതെന്നാ? എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ലല്ലോ, എൻ്റെ അപ്പ നല്ലതായിട്ട് നോക്കുന്നില്ലേ, എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുന്നില്ലേ, അതുപോലെ എന്നെ കിട്ടുന്നവൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടുന്നു. പഠിക്കണ്ട. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. ആ കുട്ടി അതൊന്ന് മനസ്സിലാക്കിയ, നിന്റെ കെട്ടിയവനങ്ങ് ചത്തുപോയാൽ നീ എങ്ങനെ ജീവിക്കും? അപ്പൊ നീ എന്നെ എടുക്കും. അപ്പൊ പഠിക്കണം, ജോലി വാങ്ങിക്കണം, നീ എന്നിട്ട് കല്യാണം കഴിക്കും. ഇവനെ അന്നേരം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് അന്നേരം ആലോചിക്കാം. അപ്പൊ ഈ പിള്ളേരുടെ ചില ചിന്താഗതികള് വികലമായ ചിന്താഗതികളുണ്ട്. ഒന്ന്, നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് വീട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് ഇത് പരസ്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമൊന്നും അല്ല. ഇത് വളരെ രഹസ്യമായിട്ട് കുടുംബത്തിൽ ആരും അറിയാതെ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അത് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പേരൻസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ടീച്ചറിനോട് പറയും, ടീച്ചർമാരോട് പറയും, മറ്റു കൂട്ടുകാരുടെ അപ്പന്മാരോടും അമ്മമാരോടും ചോദിക്കുക. അന്നേരം ഇതങ്ങ് നാട്ടിലാകുക. പിന്നെ ഒരു കാലത്ത് ഇവരുടെ പ്രണയം പൊട്ടിയിട്ട് അവർ വേറൊരു കല്യാണം കഴിച്ചാൽ ഇയാള് പണ്ടേ ശരിയല്ല, അത് പണ്ടേ പഴയാ, അങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടാകും. അപ്പൊ പേരൻസ് വളരെ സൂക്ഷിക്കുക. അപ്പൊ ഞാനിപ്പോ പ്രണയിക്കുന്ന പിള്ളേരോട് ഞാൻ പറയാറുള്ളത്, പഠിക്കുന്ന സമയത്ത് പഠിക്കുക, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക. അപ്പൊ നമുക്ക് പ്രണയിക്കാനായിട്ട് ഒരു സമയമുണ്ട്, കല്യാണം കഴിക്കാൻ ഒരു സമയമുണ്ട്. അതെ, പ്രണയം എപ്പോഴും കല്യാണത്തിൽ ചെന്ന് അവസാനിക്കുന്നുവെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അതെന്നും നിരാശയായി മനപ്രയാസമായി നമ്മൾ വേർതിരിച്ച്, നല്ല പ്രണയിച്ച പലരെയും പിരിച്ച് നമ്മൾ വിടും. എന്നിട്ട് അവർ വേറെ ആളെ കല്യാണം കഴിക്കും. 4 പേരുടെ ജീവിതമാണ് പോകുന്നത്. അതിന് അതുപോലെ തന്നെ വർഷങ്ങൾ 5-8 വർഷം പ്രണയിച്ചിട്ടും കല്യാണം കഴിച്ച് 6 മാസത്തിനകം ഡിവോഴ്സ് ചെയ്യുന്ന ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ആണ്. വിവാഹത്തിന്റെ ആദ്യത്തെ സമയത്ത് വരുന്ന 8 വർഷം കൊണ്ട് ഇവർക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന നല്ലത്. ഈ പ്രണയത്തിന് കല്യാണത്തിന്റെ തലേദിവസം വരെ ആയുസുള്ളൂ. അത്രേ ഉള്ളൂ. അന്ന് രാത്രി 12 മണിക്ക് വിളിക്കും. അതായത് നാളെ മുതൽ നമ്മൾ ഒന്നാകുകയാണ്. ഇനി നമുക്ക് പറയാനൊന്നും ഇല്ലല്ലോ. അവിടെ കൊണ്ട് പ്രണയം തീർന്നു, പിന്നെ ചക്കരവാക്കെല്ലാം തീർന്നു. പിറ്റേ ദിവസം മുതൽ അവൻ ഭർത്താവാകുമ്പോൾ അവൻ ജോലി ചെയ്യണം, അവനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭാര്യയ്ക്ക് വേണ്ടി സമ്പാദിക്കണം. അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു പറയാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം മുതൽ പ്രണയം ഇല്ലാതാകുകയാണ്. അപ്പൊ നിരാശ വരുന്നു. ഇങ്ങനല്ല എന്നോട് പറഞ്ഞത്, അന്ന് അങ്ങനൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞ ഇവന് മറന്നു പോകുന്നേ. അന്ന് പറഞ്ഞല്ലേ ഇവൻ ഓർത്തിരിക്കുന്നുണ്ടോ? അന്ന് പ്രണയിക്കാൻ നേരം പലതും പറഞ്ഞു കാണും. അപ്പൊ പ്രണയിക്കുന്നവർ ഓർക്കേണ്ടത് വിവാഹത്തിൽ പ്രണയമില്ല. അപ്പൊ വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങളൊക്കെ തലേദിവസം രാത്രി കൊണ്ട് തീരുന്നു, പിറ്റേ ദിവസം റിയാലിറ്റിയിലേക്ക് വരുന്നു. അപ്പൊ പ്രണയം കിട്ടാതെ വരുമ്പോൾ നിരാശയാകുന്നു. അതാണ് കുഴപ്പം. കൊണ്ട് പ്രണയം നല്ലതാണ്, പ്രണയം വേണം, വിവാഹത്തിലും പ്രണയം വേണം. വിവാഹ ജീവിതത്തിലും ആ പ്രണയം തുടർന്നുകൊണ്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് വളരെ തുടർന്നുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പ്രണയം എന്ന് പറയുന്നപ്പോൾ വേറൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള, എന്തും കൊടുക്കാനുള്ള, എന്തും ഉപേക്ഷിക്കാനുള്ള ഒരു നല്ല മനസ്സിനെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത്. ആ നല്ല മനസ്സ് എപ്പോ ഉണ്ടോ അത് നല്ലതായിട്ട് പോകും. ആ നല്ല മനസ്സ് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് അവിടെയാണ് നമുക്ക് അത് ബാഹ്യമായ ഇതിൽ മാത്രം കാണുന്നുണ്ടല്ലോ, ഈ ബാഹ്യമായ ചക്രവാക്കുകളിലും ഒക്കെ കാണുന്ന സമ്പത്തും ഒക്കെ ഒരു ഘടകമാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പിന്നെ നന്നായിട്ട് ഇവിടെ കൊണ്ട് നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഒക്കെ പിന്നെ എല്ലാം 1-2 പിള്ളേർ വളരുന്ന, ഈ 1-2 പിള്ളേർ വരുമ്പോൾ അവർ ധാരാളിത്തം അവരുടെ ഒരു പ്രശ്നമാണ്. അബൻഡൻസ്, സ്കേഴ്സിറ്റി, അതൊരു പറ്റുന്നില്ല.
ഇല്ലായ്മയിലേക്ക് വരാൻ പറ്റുന്നില്ല, ചുരുങ്ങി ജീവിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ധാരാളിത്തത്തിൽ വളർത്തുന്ന പെൺകുട്ടികൾ ചില ഡിസിപ്ലിൻഡ് ഫാമിലിയിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് പറ്റത്തില്ല. അത് അങ്ങനെ അത് ഈ പ്രണയിക്കുമ്പോൾ അതൊന്നും നോക്കിയിട്ടല്ലേ ഇവർ പ്രണയിക്കും. നമ്മൾ എന്നാ പറഞ്ഞാലും എപ്പോഴും ഒരു മാസ്ക് ഉണ്ട് മുന്നിൽ. തീർച്ചയായിട്ടും പ്രണയിച്ചപ്പോൾ പലതും പറഞ്ഞില്ല, അതൊക്കെ പറയും. അതുകൊണ്ട് ഓരോ സമയത്തെ പ്രണയങ്ങളും വ്യത്യാസമുണ്ട്, ഓരോ പ്രായത്തിലെ പ്രണയങ്ങളും വ്യത്യാസമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രണയിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പൊക്കെ മതി, അവർ പഠിക്കട്ടെ. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പ്രണയിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രണയത്തെ ക്യാമ്പസിന് വെളിയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറയും. ബന്ധങ്ങളൊക്കെ ക്യാമ്പസിനുള്ളിൽ, ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോന്നു കഴിയുമ്പോൾ അതിനെ ചുവന്നുകൊണ്ട് വീട്ടിലോട്ട് പോകാതിരുന്നാൽ മതി. അത്രയും ചെയ്താൽ മതി പിള്ളേർ. അതിനകത്തുള്ള സംഭവമൊക്കെ അതിനകത്ത് തീർത്തിട്ട് വരിക. പിന്നെ പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് പക്വതയാവുമല്ലോ, പക്വതയാവും. പിന്നെ ജോലിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് ജീവിത പങ്കാളി ആരായിരിക്കണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. 7ാം ക്ലാസ്സിൽ കണ്ടുവെക്കണമെന്നൊന്നുമില്ല ജീവിത പങ്കാളിയെ. ശരിയായ പ്രണയം തുടങ്ങേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. എങ്കിലേ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവും. പഠിക്കേണ്ട സമയം പഠിക്കാനുള്ളതാണ്. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പ്രണയിക്കാൻ തുടങ്ങുക. സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഉറപ്പ്. ഈ പ്രോഗ്രാമിലേക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം യൂത്ത് ഗൈഡിലൂടെ. അതുവരേക്കും ഏവർക്കും നന്ദി.